നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഇപ്പം എല്ലാവരും എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും അത് അയാൾ നാർസിസ്റ്റിക് ആണ് എന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നാർസിസ്റ്റിനെ അഡ്രസ് ചെയ്യുന്നത് അയാളുടെ വിക്ടിം ആരാന്നുള്ളതനുസരിച്ചിട്ടാണ്. വിക്ടിമിന്റെ പാറ്റേൺ, അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരാൾ ജീവിക്കുമ്പം അയാൾക്കുണ്ടാവുന്ന മെന്റൽ സ്ട്രഗിളുകൾ ഉണ്ടാവും. ആ മെന്റൽ സ്ട്രഗിളുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും അയാൾ ജീവിക്കുന്നത് ഒരു നാർസിസ്റ്റിന്റെ കൂടെയാണ്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് തകരുക, നിങ്ങളുടെ സെൽഫ് ഡൗട്ട് ഉണ്ടാവുക, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതാവുക, നിങ്ങൾ വിഷാദ രോഗിയായി മാറുക, നിങ്ങളുടെ നെർവസ് സിസ്റ്റം തന്നെ ഡാമേജ് ആവുന്ന രീതിയിലുള്ള മെന്റൽ ടോർച്ചർ തരാൻ കഴിയുന്ന ഒരാൾ, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളെന്ന വ്യക്തിയെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു ആളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷെ ജീവിതം അങ്ങനെ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയുടെ പങ്കാളികൾ മിക്കപ്പോഴും പാവങ്ങളായിരിക്കും. പാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകമഴിഞ്ഞ് കരുണ കാണിക്കുന്നവര്. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും അയ്യോ എന്നാ പിന്നെ ഞാൻ അവിടെ പോയി നിന്നോളാം, ഈ ബോർഡർ സെറ്റ് ചെയ്യാൻ അറിയാതെ, അതായത് ഞാൻ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇവർക്ക് പറയാൻ അറിയില്ല. ഈ വിക്ടിംസ് ആവുന്ന മനുഷ്യര് അവരൊരു എംപത്തായിരിക്കും, ഭയങ്കര എംപത്തി ഉള്ളവരായിരിക്കും. അവർക്ക് എല്ലാത്തിനോടും, അതായത് ഈ നാർസിസ്റ്റിക് പേഴ്സൺ ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ചെകിടത്ത് അടിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ടോർച്ചർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ചല്ല, അയാളെ കുറിച്ചാണ്. അത് എൻ്റെ ചേട്ടൻ അപ്പത്തൊരു വിഷമത്തിൽ അടിച്ചതായിരിക്കും, അല്ലെങ്കിൽ ചേട്ടന്റെ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു, അപ്പൊ ചേട്ടന് സ്നേഹം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇത് ഒരു ലിമിറ്റ് വരെ ഹെൽത്തിയാണ്. നിങ്ങൾ അയാളെ മനസ്സിലാക്കുന്നതിൽ ഐ അപ്രിഷിയേറ്റ്, അതൊരു ശരി നല്ല കാര്യമാണ്. ഞാനും അങ്ങനെയൊക്കെ പലരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകളെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ചൂസ് ചെയ്യുക പാർട്ട്നേഴ്സ് ആയിട്ട്. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അയാളാണ് വലിയ സംഭവം എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന, അവനവനെ മറന്ന് അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാതെ, ഒരു ബോർഡർ സെറ്റ് ചെയ്യാൻ അറിയാതെ, ബോർഡർ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു ബോർഡർ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് അങ്ങനെ ഒരു ബോർഡർ ഇല്ല. നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും ഡിസ്റെസ്പെക്ട് ചെയ്തോ, ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കിഞ്ചി ചെയ്ത് നടക്കും. ഞാനിങ്ങനെ നിങ്ങളുടെ പിന്നാലെ വന്നിങ്ങനെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി റൈറ്റ് ഉള്ളവരാണ് എംപത്തറ്റിക് ആയിട്ടുള്ള മനുഷ്യർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ദൈവത്തിന് അറിയില്ലേ? അയാളെ നാർസിസ്റ്റിക് ആണെന്നും അയാളെ നിങ്ങളെ യാചിച്ച് പുറകെ നടത്തുമെന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും തരൂലെന്നും, എന്നാൽ നിങ്ങൾ അയാളെ കിട്ടാണ്ടാവുമ്പോൾ നിങ്ങൾ അത് മടുത്ത് അപ്പുറത്ത് എവിടേക്കെങ്കിലും എന്തെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ പോയി അയാൾ നിങ്ങളെ പിന്തുടർന്നു വന്ന് വേട്ടയാടുമെന്നും ഒക്കെ ദൈവത്തിന് അറിയില്ലേ? എല്ലാം ദൈവത്തിന് അറിയാന്നേ, എല്ലാം ദൈവത്തിന് അറിയാം. പക്ഷെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളുടെ ഉള്ളില് ജീവിക്കുന്നത് യേശു ക്രിസ്തു ആണ്. ക്രിസ്തു ഇതിനേക്കാളും ഭ്രാന്തനായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ്. കുരിശിന്റെ വഴിയുടെ ആ പ്രാർത്ഥന ദുഃഖവെള്ളിക്ക് ചൊല്ലിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നിനക്ക് എന്താണ് കർത്താവേ, നിനക്ക് എന്താണ്, നിനക്ക് ഇങ്ങനെയൊക്കെ എന്തിനാ സ്നേഹിക്കണ മനുഷ്യരെ? എപ്പോഴെങ്കിലും ഒന്ന് രക്ഷപ്പെടാമായിരുന്നില്ല നിനക്ക്? എന്തൊരു പ്രോസസ്സായിരുന്നു. രാത്രി പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരു ചെറിയ ഇവിടെ നിന്നെ നിർത്തുന്നു, അടി വാങ്ങുന്നു, ചോര പൊടിയുന്നു, വേദനിക്കുന്നു, മുൾക്കിരീടം വരുന്നു, 33 വയസ്സുള്ള ഒരു യുവാവിനെ നഗ്നനാക്കുന്നു, പെറ്റമ്മയുടെ മുമ്പിൽ നഗ്നനായി കിടക്കുന്നു, അത്ര നാളും കൂടെ നടന്ന സ്ത്രീകള്, ഉപേക്ഷിച്ചു പോയ സ്നേഹിതര്, ഈ ശിഷ്യന്മാര്, ഇവരൊക്കെ നീ ചേറിന്ന് എടുത്തുകൊണ്ട് വന്നല്ലേ മീൻപിടുത്തക്കാര്. ആരും വിലയില്ലാത്തവരായിരുന്നു മീൻപിടുത്തക്കാര്. അവരൊക്കെ നീ കഴിച്ചുകൊണ്ട് വന്നിട്ട് നീയാണ് അവർക്കൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത്, നീയാണ് അവർക്കൊരു സൽപ്പേരുണ്ടാക്കി കൊടുത്തത്. നിന്നെ തന്നെ സാക്രിഫൈസ് ചെയ്ത് നിന്റെ ദൈവത്തെ മറന്ന് ഇതൊക്കെ തന്നെയല്ലേ അവർ എംപത്തി ചെയ്യുന്നത്? നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത്. അതായത് അവനവനെ മറന്നിട്ട് സെൽഫ് റെസ്പെക്റ്റിനെ മാനിക്കുന്നില്ല യേശുക്രിസ്തുവിടെ, തന്റെ ദൈവത്വത്തിനെ മാനിക്കുന്നില്ല യേശുക്രിസ്തുവിടെ ഒന്നിനും മാനിക്കുന്നില്ല. എന്ത് ചെയ്തതാണെങ്കിലും ശരി, എനിക്ക് മനുഷ്യന്മാരെ ഒന്ന് രക്ഷിക്കണം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരു എംപത്ത് അങ്ങനെയാ ചിന്തിക്കുക. ചില മനുഷ്യന്മാർ അങ്ങനെ ചിന്തിക്കുക. അവർ കടബാധ്യതയിലേക്ക് പോകുന്നതല്ല പ്രശ്നം. എന്റെ മുമ്പിൽ ഒരാൾ കഴിഞ്ഞിട്ടുമ്പോൾ അയാൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ എങ്ങനെയാ? അങ്ങനെ കുഴപ്പങ്ങളിൽ ചെന്നപ്പെടുന്ന മനുഷ്യരാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ മണ്ടന്മാരാണ്. ഇത്രയും വലിയ മണ്ടത്തരം. യേശുക്രിസ്തു എങ്ങനെയാണ്, എന്ത് ലോജിക്കാണുള്ളത് ക്രിസ്തു ചെയ്ത കാര്യങ്ങളേക്കകത്ത്? ഒരു ലോജിക്കും ഇല്ല. ഈ 12 ശിഷ്യന്മാരെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്ന പോലെ 3 വർഷം കൂടെ നടന്ന് വളർത്തിക്കൊണ്ടുവന്ന് മരിച്ചവരെ വരെ ഉയർപ്പിച്ച് കാണിച്ച കർത്താവ്. എന്നിട്ടും സംശയവും. ഒരു പ്രതിസന്ധി വന്നപ്പം ഇട്ടിട്ട് പോയി എല്ലാവരും. അവര് യേശുവിന്റെ കൂടെ നടന്നതുകൊണ്ട് മാത്രമാണ് അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടായത്. യേശു വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എന്താകുമായിരുന്നു? ഒരു ഐഡന്റിറ്റി അവർക്ക് ഉണ്ടാവായിരുന്നില്ല. അവർ മീൻ പിടിച്ചാലും ജീവിച്ചു പോയാണ്. പക്ഷെ ദൈവം, അതായത് നിങ്ങളാണ് ഈ
താന്നു കിടക്കുന്നവനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ പണം ചെലവാക്കി, നിങ്ങളുടെ എഫേർട്ട് ചെലവാക്കി നിങ്ങൾ അവർക്ക് അമിത പ്രാധാന്യം കൊടുത്തു. ഞാനൊക്കെ ഒരാളെ എനിക്ക് എമ്പതി തോന്നി കഴിഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ച് അവൻ രാജാവാണ്, ഞാൻ രാജാവിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുക. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവര് സൂപ്പറാ, അവര് ഭയങ്കര ഇതാ. അപ്പൊ ഞാൻ കൊള്ളൂലാന്ന് ഞാൻ എന്നെ തന്നെ മറന്നു കളഞ്ഞു. ഞാൻ സൂപ്പറാണോ സൂപ്പറല്ലേ, ഞാൻ ഈ വ്യക്തിയുടെ മുമ്പിൽ ഇത്രയും ചെറുതാവേണ്ട കാര്യമുണ്ടോ, ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി ഇത്രയും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, പിന്നെയും പുറകെ നടക്കേണ്ട കാര്യമുള്ളൂ, ഒന്നും ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്ന അയാൾക്ക് എന്നെ ആവശ്യമുണ്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് ചീത്തയാ പറയുന്നത്, എന്നാലും ഞാൻ പറയും അയാൾക്ക് എന്നെ ആവശ്യമുണ്ട്, ഞാൻ വിട്ടിട്ട് പോയാ പിന്നെ ആരാ. ഈ റിലേഷൻഷിപ്പുകളിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി മാത്രമല്ല, ചില മനുഷ്യന്മാർ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളൊക്കെ വളരെ അൺഫെയർ ആണ്. അപ്പൊ എന്താ ചെയ്യുക, അവർ അങ്ങനത്തെ സാഹചര്യങ്ങൾ ജനിച്ചു വളർന്നു. അപ്പൊ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് ഇവരെയൊക്കെ ഒന്ന് സ്നേഹിച്ച് പുറകെ നടന്ന് സഹായിക്കാനാ. ഞാൻ വളരെ ഫെമിനിസം ചിന്താഗതിയുള്ള ഒരാളാണ്. എനിക്ക് കൃത്യമായ വിപ്ലവകരമായ ചിന്തകളുണ്ട്. ഞാൻ വ്യക്തികളെ അടിച്ചമർത്തുന്ന കണ്ട എനിക്ക് നീതിബോധം വർക്ക് ചെയ്യും, പിന്നെ എനിക്കത് ഇഷ്ടപ്പെടില്ല. അതൊക്കെ സത്യമാണ്. എങ്കിലും ഈശോ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കൈപ്പേറിയ ഒരു ലെസൺ എന്ന് പറയുന്നത്, നിനക്ക് മാത്രമേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഭയങ്കര പെയിനാണത്. അതായത് നിനക്കൊന്നും കിട്ടാൻ പോണില്ല, ഈ ജന്മത്തിൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നീ സ്നേഹിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല, നീ വിലമതിക്കപ്പെടണമെന്ന് നിർബന്ധം. ഇനി നിങ്ങൾ ചില വീടുകളിലാണല്ലോ ഈ അപ്പച്ചമാരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തായിരിക്കും അമ്മച്ചമാരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ആ അമ്മച്ചിമാരെ നമ്മളൊക്കെ എന്താ വിളിക്കുക, മറ്റുള്ളവരെന്താ വിളിക്കുക, ഭയങ്കര സാമർത്ഥ്യ, അയാളൊരു പാവം. ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഈ മസ്കുലിൻ എനർജിയിലേക്ക് വരുന്നതെന്ന് അറിയാമോ? അതായത് ആണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നത്. അതായത് കൂടെയുള്ള ആള് കാര്യമായിട്ടൊന്നും ചെയ്യാതെ വരുമ്പോൾ ഒരു ആണിനെ പോലെ ചിന്തിക്കും പ്രവർത്തിക്കും ചെയ്യേണ്ടി വരുന്നതാണ് ഈ സ്ത്രീകൾ ചെയ്യുന്ന കാര്യം. അതും ഇമോഷണൽ വൈഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉള്ള സ്ത്രീ ജീവിതത്തിൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടി വരുവാണ്. കാരണം ഒരു പുരുഷന്റെ പ്രസൻസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ചില പുരുഷന്മാർ ജീവിതകാലം മുഴുവനും ഈ കുറ്റപ്പെടുത്തൽ കേട്ട് 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 ഒരു പുരുഷൻ എന്നുള്ള തരത്തിലുള്ള അവന്റെ ശേഷികള്, അവന്റെ ബ്രെയിനിന്റെ കാര്യങ്ങള് അവന് ഒന്നും ചെയ്യാൻ പറ്റാതാവാം. അവസാനം ഈ ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ കേട്ട് ഒരു ഒന്നിനൊരു പാഴ്ജന്മം പോലെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മനുഷ്യരുണ്ട്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്? ഇതിനൊക്കെ നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്? എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ജീവിതം നിങ്ങളോട് ഫെയർ ആയിട്ട് പെരുമാറണമെന്ന് യാതൊരു നിർബന്ധവും. പിന്നെ ഒരു ആശ്വാസത്തിന് ഞാനൊരു കാര്യം പറയാം. ഞാൻ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടം വരെ ഇതിനൊക്കെ തീവ്രത ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു 15 വർഷം ഈ പെയിനിന്റെ മാക്സിമം തീവ്രതയിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഇതെന്നെ ഉരുക്കി എടുത്ത് വാർത്ത് ഉടച്ച് എന്നെ ഒരു വിധമാക്കിയിട്ടുണ്ടെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇതിന് ഒരു താളം കിട്ടും. എനിക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയൊക്കെയാണ് പോവാൻ പോകുന്നത്. അപ്പം എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പതുക്കെ പഠിക്കും. പതുക്കെ നമുക്ക് കാര്യങ്ങൾ മാറ്റും. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിൽ നിന്നുണ്ടാകുന്നതോ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നതോ ഞാൻ കണ്ടിട്ടുണ്ട്. പല മാതാപിതാക്കന്മാരും നാർസിസ്റ്റുകളാണ്. അവിടെ നിന്ന് ദൈവം ആ മക്കളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിത പങ്കാളികൾ ഇതിനൊരു താളം കണ്ടെത്താണ്. അവർക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനകത്ത് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് അവർ പഠിക്കും. ഇൻഡിവിജ്വലി വളരും. കാരണം നിങ്ങൾക്ക് മനസ്സിലായി അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്തായാലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പലതിലൂടെയും കടന്നു, മെന്റൽ ബ്രേക്ക് ഡൗൺസിലൂടെ കടന്നു പോകും. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ അവരെ എഫക്ട് ചെയ്യും. നിങ്ങൾ രോഗിയായി മാറും, വിഷാദ രോഗിയായി മാറും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. ഇനി ഉറപ്പ് തരാൻ പറ്റും. കാരണം നമ്മളൊരു മനുഷ്യനല്ലേ, നമ്മുടെ ഉള്ളിൽ ദൈവമില്ലേ. അപ്പൊ എമ്പതി കൂടുതലായതുകൊണ്ട്, സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ് നീ മുറിവേറ്റതെങ്കിൽ, സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ് നീ ബഹുമാനിക്കപ്പെടാതെ പോയതെങ്കിൽ, സ്നേഹിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് നിന്റെ പേര് ദുഷിച്ചതായി തീർന്നതെങ്കിൽ, സ്നേഹിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ഒരു കഴിവുകെട്ടവളായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായിട്ട് അല്ലെങ്കിൽ ഒരു മാനിക്കപ്പെടാത്ത ഒരു ജീവിതമായിട്ട് നിന്റെ മാറിയതെങ്കിൽ, സ്വർഗം നിനക്ക് വേണ്ടി ഒരു കിരീടം കാത്തു വെച്ചിട്ടുണ്ട്. ആ കിരീടം കിട്ടുമ്പം ഈ മനുഷ്യരൊക്കെ മിണ്ടാതാകും. ആ കിരീടത്തിന് വേണ്ടി അധ്വാനിക്കുന്നെന്ന് കരുതുക. എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തന്നെ ആശ്വസിപ്പിക്കണം. പിന്നെ നിങ്ങൾ മാത്രമല്ല ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്നത്, ഒരു വലിയ വിഭാഗമുണ്ട്. എന്റെ വിശദീകരണം ഈ പെയിനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര ഞാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നിലൂടെ ഇപ്പം ഒരാൾ എന്നോട് കരുണയില്ലാതെ പെരുമാറിയാലും എന്റെ ഡ്യൂട്ടിയാണ് കരുണ കാണിക്കേണ്ടത്. കാരണം എനിക്ക് ദൈവത്തിൽ നിന്ന് കരുണ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ദൈവത്തെ അറിയാൻ എനിക്ക് ഈ വേദനകൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഇതെന്റെ ജീവിത വിളിയാണ്. ഇത് ഞാൻ സഹിക്കേണ്ടതാണ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ ജന്മം സ്നേഹിക്കപ്പെടാൻ പോകുന്നില്ല. ആ തിരിച്ചറിവ് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, മുറിവേൽപ്പെടുത്തുന്നുണ്ട്. ഒരു കാലത്തും എന്റെ ലോൺലിനെസ് ഇല്ലാതാകാൻ പോകുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ ലോൺലിനെസ് ആണ് ഇന്ന് എന്റെ വാക്കുകളായിട്ട് മാറിയിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു പിടിവള്ളി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ നടുവിൽ നിങ്ങൾക്കൊരു പിടിവള്ളി കിട്ടും. എല്ലാം സൊല്യൂഷൻ ഉണ്ടാവുമെന്നോ എല്ലാം സോൾവ് ആയി പോകുമെന്നോ ഞാൻ പറയില്ല. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ദൈവം തന്നിട്ടുള്ളതാണ്. ദൈവത്തിന് അതിനെക്കുറിച്ച് നിഗൂഢമായ പദ്ധതികളുണ്ടാവും. പക്ഷെ
നിങ്ങൾ തളർന്നു പോകരുത്. എന്തെങ്കിലും ഒരു പിടിവള്ളി പിടിക്കണം, എന്തെങ്കിലും ഒന്ന് പിടിക്കണം. അപമാനിക്കപ്പെടുമ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പൊട്ടനായത് കൊണ്ടല്ല, നിങ്ങൾ വിഡ്ഢിയായത് കൊണ്ടല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൃദയം കർത്താവ് തന്നിട്ടുള്ളത്. ഒരു നാട് നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എമ്പതി വേണ്ട, എനിക്ക് എമ്പതി, എനിക്ക് കഠിനമുള്ള ഹൃദയം വേണം, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കഠിനമുള്ള ഹൃദയം കിട്ടിയ പിന്നെ ഞാനല്ല, നാൻസി എന്ന ഞാൻ എന്നെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളൂല. കാരണം എനിക്ക് എമ്പതി ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഒരുപാട് നാണക്കേട് ഉണ്ടാവുന്നുണ്ട്. എമ്പതി ഉള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഞാൻ കിലോമീറ്ററുകളോളം നടക്കും മനുഷ്യന്മാർക്ക് വേണ്ടി. ഞാൻ എന്റെ ഒന്നും മാനിക്കാതെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നിടത്ത് വിലയില്ലാണ്ട് പലയിടത്തും ഞാൻ പോയി നിന്നിട്ടുണ്ട്, അപമാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. ഞാൻ എന്നെ എമ്പത്തായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിൽ എനിക്ക് അങ്ങനെയല്ലേ ആവാൻ പറ്റുള്ളൂ. നിങ്ങളെ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവാനല്ലേ പറ്റുള്ളൂ. നിങ്ങളൊരു കഠിന ഹൃദയനാവാൻ നാളെ മുതൽ തീരുമാനിച്ചതില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാവണ്ടാവും, ഇതല്ല ഞാൻ, ഇതാണോ ഞാൻ, ശരിക്കും ഞാൻ ഇങ്ങനെയാണോ? അപ്പൊ എന്നെ ഉപദ്രവിച്ചവരെ പോലെ തന്നെ ഞാൻ ആയി മാറുവാണ്. എനിക്ക് ഭയങ്കര ടെൻഡൻസി ഉണ്ട്. എന്റെ അസിസ്റ്റന്റിന്റെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങളൊരു നാസിസ്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ ട്രിക്കുകളാണെന്ന് മനസ്സിലാക്കുന്നു, ഇതൊക്കെ മനസ്സിലാവുന്നു, പതുക്കെ പതുക്കെ നമ്മളിത് പഠിക്കാൻ തുടങ്ങുന്നു. അപ്പോഴൊക്കെ ഇല്ല, ഞാൻ കരുണ കാണിക്കും, ഞാൻ എമ്പതി ഉള്ള പോലെ പെരുമാറും. എനിക്ക് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അത് ഞാൻ എത്ര നാണം കെട്ടാലും മുറിപ്പെട്ടാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടാലും അപ്പൊ നിങ്ങൾക്ക് നിരാശ തോന്നൂലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട്, ഞാൻ ഇത്രയൊക്കെ മുറിയപ്പെട്ടിട്ട്, ഞാൻ ഇത്രയൊക്കെ ഇറങ്ങി വന്നിട്ട്, ഞാൻ ഇത്രയൊക്കെ ഡിസ്റെസ്പെക്റ്റിനെ ഫേസ് ചെയ്തിട്ട്, ഞാൻ ഇത്രയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പോലും എന്റെ സൽപ്പേര് പോലും ഞാൻ മാനിക്കാണ്ട് ഇയാൾക്ക് വേണ്ടി നിലകൊണ്ടിട്ട് ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ, എന്നിട്ടെന്താ എന്നൊരു ചോദ്യം വരില്ലേ? അപ്പൊ കുരിശിലേക്ക് നോക്കാം. അവിടെ അതിനേക്കാളും കുഴപ്പം പിടിച്ച ഒരാളാണ് കിടക്കുന്നത്. അയാളെ ഇനി അനുഭവിക്കാൻ മാത്രമൊന്നുമില്ല. അപ്പം ദുഃഖവള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കില്ലേ, വയ്യ. കർത്താവിന്റെ ദുഃഖം അനുഭവിച്ചതൊക്കെ കാണുമ്പോഴേ കുത്തിയിരുന്ന് കരയുവാണ്. അപ്പൊ ഞാന് കർത്താവിനോട് പറഞ്ഞു, ഒന്നും പറയാനില്ല, എന്താന്ന് വെച്ചാൽ ചെയ്തു, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഒന്നും പറയാനില്ല, നീ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. സോ ഞാൻ അതിന്റെ പാർട്ടാണ്, നീ എന്റെ ജീവിതമായിട്ട് എടുത്തോ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കാരണം ദൈവം എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഒരു എമ്പത്തറ്റിക് ആയ ഒരു മനുഷ്യന് എന്തൊക്കെ തകരുമോ അത്രയും തകർന്നിട്ടുണ്ട്. എത്ര തീവ്രവേദന അനുഭവിക്കുമോ അത്രയും വേദനിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുമ്പോ കുരിശിലേക്ക് നോക്കുക. ആ ദുഃഖവള്ളിയുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മറിച്ചു നോക്കുക. ഒരു ദുഃഖവും തോന്നും, ഒരു സമാധാനം കിട്ടും. നമുക്ക് തോന്നും ഐ എം ഫോളോയിങ് ഹിം. പറഞ്ഞുകൊണ്ടേ പോയി വിഷയം. ഇത് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നതൊക്കെ മണ്ടത്തരാണ്. പക്ഷെ ജീവിതം നമുക്ക് അങ്ങനെയൊക്കെയാണ് തരുന്നതെങ്കിൽ കുരിശാണ് പിടിവള്ളി. കുരിശിൽ നോക്കുക. നമുക്ക് മുമ്പേ അവനെല്ലാം ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. പിന്നെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഒരു കൂട്ടായ്മയായിട്ട് നിങ്ങളെ കൊണ്ട് ഈ സങ്കടത്തിന്റെ കടല് കടക്കാൻ നമുക്ക് സാധിക്കും. ദൈവം കൂടെയുണ്ട്.